ഞാൻ മൂകാംബികയിലെത്തി. മൂകാംബിക എത്തിയില്ലല്ലോ. ഇതാ മൂകാംബികയിലെത്തി. മൂകാംബിക എത്തിയില്ലല്ലോ. പോടുന്നേ ഇവിടുന്ന് കുറച്ച് പോവാല്ലേ അമ്പലത്തിലേക്ക്. അങ്ങനെ എന്തോ സ്റ്റേഷൻ ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഇനി ഇവിടെ നിന്ന് ഞങ്ങള് നേരെ മൂകാംബിക ടെമ്പിളിലേക്ക് പോകും. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അതെ ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് മൂകാംബിക ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. കാലിക്കറ്റിൽ നിന്നായിരുന്നു നമ്മൾ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. മുംബൈ LTT സ്പെഷ്യൽ ട്രെയിൻ ആയിരുന്നു. 12:40 AM കേട്ടോ ട്രെയിന്. നമ്മൾ ഇവിടെ എത്തുമ്പോഴേക്കും ഏകദേശം 7 മണി ആയിട്ടുണ്ട്. ഗൈസ്, നമ്മുടെ കൂടെ ദിവ്യ ചേച്ചിൻ്റെ സ്റ്റുഡൻസ് എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ മൂകാംബിക ടെമ്പിളിൽ വെച്ചിട്ട് ഒരു പ്രോഗ്രാം ചെയ്യാൻ പോവാണ്. അത് ഇന്നല്ല, നാളെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മെയിനായിട്ട് നമ്മളിന്ന് ടെമ്പിളിൽ പോയിട്ടൊന്ന് വിസിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുടജാത്രയിൽ പോവുക എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ പോകാൻ പറ്റിയൊരു വണ്ടി കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ എല്ലാവരും കൂടെ 7 പേരുണ്ട്. പിന്നെ നമ്മുടെ അല്ലൂടുണ്ട് കേട്ടോ. അങ്ങനെ ടോട്ടൽ 8 പേര്. അപ്പം ഞങ്ങൾക്ക് എല്ലാവരും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുന്ന് പോകാൻ പറ്റിയൊരു വണ്ടിയാണ്. അപ്പോൾ ഇവിടുന്ന് അവിടെ മൂകാംബികയിലേക്ക് ഏകദേശം ഒരു 3/4 മണിക്കൂർ എടുത്തിട്ടുണ്ട് എത്താൻ വേണ്ടിയിട്ട്. ഞങ്ങളിങ്ങനെ കഥയും പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. പിന്നെ ശരിക്കും ഈ ഒരു വണ്ടി കണ്ടപ്പം മെയിനായിട്ട് ഓർമ്മ വന്നത് ഫാലിമി മൂവിയില്ലേ, അതിലുള്ള ഒരു വണ്ടിയില്ലേ, ആ ഒരു ലുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഏകദേശം ഞങ്ങളെ ആൾക്കാരും കാണാൻ ഒരുപോലെയാണ് ആ കളിയൊക്കെ കേട്ടോ. ഞങ്ങൾ ഓൾറെഡി റൂംസൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ലളിതാംബിക ഗസ്റ്റ് ഹൗസിലാണ് കേട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ചീപ്പ് റേറ്റാണ് ഉള്ളത് റൂംസിനൊക്കെ. എല്ലാവരും മുന്നേ ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം 3 റൂമാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇപ്പം നമ്മൾ ഡയറക്റ്റായിട്ട് അങ്ങോട്ടാണ് പോകുന്നത്. അങ്ങനെ ഗൈസ്, നമ്മളിത് അവിടെ എത്തിയിരിക്കുകയാണ്. പക്ഷേ ഗൈസ്, നമുക്ക് ഇവിടെ നിന്നൊരു പണി കിട്ടി. എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ റൂം കിട്ടിയത് ലേറ്റായിപ്പോയി. അവർ സൈറ്റിൽ കൊടുത്തത് 9 മണിക്കാണ് കേട്ടോ ചെക്കിന്. പക്ഷെ നമുക്ക് ഇവിടെ കിട്ടിയത് ഒരു 10:30 10:45 റൂം കിട്ടാൻ. ഇവിടെ ടൈം 11 മണിക്കാണ് അവർ കൊടുത്തത്. കാരണം എന്താ വെച്ചാൽ ക്ലീനിങ് കഴിഞ്ഞിട്ട് ആ ഒരു ടൈമിലേ തരുള്ളൂ നമുക്ക്. അപ്പം നമ്മളെന്തായാലും ആ ഗ്യാപ്പിൽ നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ ലഗേജും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. നമുക്ക് എന്തായാലും വിശക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ആ ഗസ്റ്റ് ഹൗസിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് കേട്ടോ ഹോട്ടലുള്ളത്. അപ്പം നമ്മൾ അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അധികം ലോങ് പോകണ്ട, ഹോട്ടലിൻ്റെ അടുത്തായതുകൊണ്ട് നമുക്ക് വേഗം റൂമിലേക്ക് പോകാനും വരാനൊക്കെ എളുപ്പമാണല്ലോ. ഞങ്ങൾ ഇവിടെ തന്നെ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. പിന്നെ നമ്മളെ മലയാളികൾക്ക് ഇവിടുത്തെ ഫുഡ് ദഹിക്കണമെന്നില്ല. പക്ഷേ കുഴപ്പമില്ല കേട്ടോ. ഇവിടുത്തെ കറി ഒഴികെ ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. നല്ല വടയും നല്ല ദോശയായിരുന്നു. അങ്ങനെ ഗൈസ്, ഞങ്ങൾ ഇതാ കുളിച്ച് കുട്ടപ്പന്മാരായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഗൈസ്, ഞങ്ങൾ മാറ്റി വന്നപ്പോഴേക്കും ഏകദേശം ഒരു 11:45 12 മണീൻ്റെ ഉള്ളിലായിട്ടുണ്ട്. ഒന്നാമത് ആ റൂം കിട്ടാൻ ലേറ്റായി. പിന്നെ ഞങ്ങൾ ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് വരുമ്പോഴേക്കും നന്നായിട്ട് ലേറ്റായി കേട്ടോ. നമ്മൾ നേരത്തെ പോയി പ്രാർത്ഥിക്കണം എന്നൊക്കെയായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എല്ലാ കണക്ക് കൂട്ടലുകളും ആ റൂമിൻ്റെ അവിടെ തെറ്റി. പറയാം. അപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ എവിടെയാണുള്ളത്? യെസ്. അപ്പം നമ്മൾ മൂകാംബികയിൽ എന്തിനാ വന്നതെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഒരു പ്രോഗ്രാം ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് തൊഴാൻ വേണ്ടി പോകാൻ കിട്ടും. ഇന്ന് തൊഴുത് മൂകാംബിക ദേവിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങി ഞങ്ങൾ പ്രോഗ്രാം നാളെയാണ്. അതെ അതെ, എന്നാലും പോയി നോക്കാം. നല്ല മുട്ട വെയിലാണ്. പിന്നെ ഞങ്ങൾക്ക് ഈ മുട്ട വെയിൽ വലിയ സുപരിചിതമാണ്. കാരണം എല്ലാ പ്രാവശ്യവും ഞങ്ങൾ ഓരോ പരിപാടിക്ക് പോകുമ്പോൾ ഈ വെയിൽ ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും. സോ വി ഡോണ്ട് മൈൻഡ്. ഓക്കെ, അപ്പം ഇങ്ങനെ പോയില്ലേ? എന്താ തിളങ്ങണ സ്ഥിതി, കവിളൊക്കെ തിളങ്ങാൻ നോക്കട്ടെ. വിധീത് വല്ലാത്ത ചതീത്. എങ്ങോട്ടാ? ഉച്ചക്ക് അശ്വതി മാറിയപ്പോൾ എൻ്റെ ചേച്ചി ആയിട്ടുണ്ട് ഹർഷ. ഈ മുഖം നിങ്ങൾക്ക് പരിചയമുണ്ടായിരിക്കാം. സോ ചേച്ചിക്ക് എന്തൊക്കെയാ പറയാനുള്ള പറഞ്ഞോളൂ. ഇനി നമ്മൾ വെയിലൊന്നും കൊള്ളാല്ല, കാരണം നമ്മൾ ഷീറ്റിലേക്ക് കയറാൻ പോവാണ്. അതെ, അമ്മേൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. തൊഴുതിട്ട് കാണാം. അങ്ങനെ ഞങ്ങളിതാ അമ്പലത്തിലേക്കുള്ള ക്യൂവിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. ക്യൂവിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ല തിരക്കാണ്.
ഒന്നാമത് നമ്മൾ ലേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇത്രയും തിരക്ക് നമ്മൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇനി ഉള്ളിൽ എന്താ പാടുന്നൊന്നും അറിയില്ല. പുക കാണാം. എൻ്റെ പൊന്നോ, പുറത്തുള്ള ക്യൂ കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് എത്തിയപ്പോൾ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ നമ്മൾ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ. ഒരുപാട് പേരുണ്ട്. ഒന്നാമത് ഇന്ന് സൺഡേ ആയതുകൊണ്ടായിരിക്കാം ഇത്രയും പേരുണ്ടായത്. അപ്പോൾ നിങ്ങൾ മൂകാംബികയിൽ പോകുന്നുണ്ടെങ്കിൽ വീക്ക് ഡേയ്സിൽ പോയാൽ മതി കേട്ടോ. സൺഡേയ്സിൽ പോകരുത്. സൺഡേയ്സിൽ പോയി കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. പക്ഷേ ഞങ്ങളെല്ലാവരും ഇന്ന് എന്തായാലും ദേവീനെ കണ്ട് പ്രാർത്ഥിക്കണം വിചാരിച്ചാണ്. അപ്പം എന്തായാലും ഞങ്ങൾ ഇത്ര തിരക്കുണ്ടെങ്കിലും ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ചിട്ടേ ഇറങ്ങുന്നുള്ളൂ. ഗൈസ്, അവിടെയുള്ള ഞങ്ങളിതാ ഇവിടെ ദേവീൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇനി ഞങ്ങൾ ഇവിടുന്ന് ദേവീനെ കണ്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഇവിടെ ചോറ് കൊടുക്കുന്നുണ്ട്, അന്നദാനം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ പോയിട്ട് എന്തായാലും കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇത്രയും ദൂരം വന്നതല്ല, അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അമ്പലത്തിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് കേട്ടോ ഹോളുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കൈ കഴുകിയിട്ട് നേരെ ഹോളിലേക്ക് പോവാണ്. അപ്പോൾ നമ്മളെക്കാട്ടി മുന്നേ വന്ന ആൾക്കാരൊക്കെ ഹോളിലെത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെന്ത് ചെയ്തു, വേഗം പോവാണ് കേട്ടോ. അതിൻ്റെ പാച്ചിലാണ് കേട്ടോ. പ്രസാദം കഴിക്കാൻ പോവാണ്. അതിൻ്റെ തിരക്കാണ്, അതിൻ്റെ വരിയാണ്. അത്യാവശ്യം നല്ല വരിയായിരുന്നു, നല്ല വിശപ്പും ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ വേഗം അതാ ഫുഡ് കഴിക്കാൻ എത്തിയിട്ടുണ്ട്. നല്ല ചോറും 2 തരം കറിയും ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിച്ചു. എന്താ അറിയില്ല, വിശന്നിട്ടാണ് തോന്നുന്നത്. നല്ല രുചി ഉണ്ടായിരുന്നു. പിന്നെ അവിടെ പായസം ഉണ്ടായിരുന്നു, പക്ഷെ ജസ്റ്റ് മിസ്, ഞങ്ങൾക്കത് കിട്ടിയില്ല. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ചേച്ചീൻ്റെ വക അല്ലറ ചില്ലറ പർച്ചേസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കുടജാത്രയ്ക്ക് പോകണമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊന്നും നടന്നില്ല ഗൈസ്. കാരണം ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങാൻ ഏകദേശം 3 മണിയായിട്ടുണ്ട്. അവിടെ എൻട്രി ടൈം ഏകദേശം 2-2:45 ആകുമ്പോഴേക്കും നമ്മളവിടെ എത്തിപ്പോണം. പക്ഷേ നമുക്കതിനുള്ള ഭാഗ്യമുണ്ടായില്ല. പക്ഷെ എന്നിരുന്നാലും ഞാനും അശ്വതി ഒഴികെ ബാക്കി എല്ലാ ടീംസും, എൻ്റെ ചേച്ചി നിതുരേട്ടൻ, പിന്നെ എൻ്റെ അമ്മ അല്ലു, എല്ലാവരും കൂടെ പിറ്റേ ദിവസം 2ാമത്തെ ദിവസം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ കുടജാത്രയിലേക്ക്. അപ്പോൾ അതിൻ്റെ തത്രപ്പാടുകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ ഗൈസ്, ഞങ്ങളുടെ പ്രോഗ്രാം ഡേ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ദിവ്യേച്ചിൻ്റെ അടുത്താണ് കേട്ടോ. ദിവ്യേച്ചിൻ്റെ സ്റ്റുഡൻസ് എല്ലാവരും ഓൾമോസ്റ്റ് മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ലേറ്റ് ആയിട്ടാണ് വന്നത്. ഞങ്ങൾ ഫേസിൻ്റെ മേക്കപ്പും പിന്നെ ഹെയറിലേക്കുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോഴേക്കും ഇതേ കുടജാത്രയിൽ നിന്ന് അവർ വന്നിട്ടുണ്ട് കേട്ടോ. അവർ ഏകദേശം നേരത്തെ പോയിട്ടുണ്ട്. ഒരു 6:30 ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴേക്കും പോയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 11 ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴാണ് തിരിച്ചെത്തിയത്. അപ്പം ഞങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്. ചേച്ചിയും പിന്നെ നിതിനേട്ടനുമാണ് കേട്ടോ വന്നത്. നമ്മളിപ്പോൾ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ താഴെ തന്നെ ഒരു ക്യാൻറ്റീൻ പോലത്തെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ പോവാണ്. അവിടുത്തെ ഫുഡുകളൊക്കെ ഏകദേശം ഒരു കേരള ടച്ച് തന്നെയാണ് കേട്ടോ. മാർഗംകളിക്കാർ ഇതിലേ പോകാൻ വല്ല മാർഗമുണ്ടോ? മേക്കപ്പ് മുഴുവൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഒരുപാട് സാധനങ്ങൾ ചെയ്യണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഇന്നത്തെ ഒക്കെ സ്പെഷ്യൽ എന്താ വെച്ചാൽ ഒരു സ്മോൾ സദ്യ അങ്ങനെ പറയാം. നമ്മുടെ മട്ടൻ ചോറ്, പിന്നെ സാമ്പാർ, അച്ചാർ, 2 തരം ഉപ്പേരി ഐറ്റംസ്, പിന്നെ പപ്പടം, മോര്, രസം. ഞാനില്ല ആദ്യം ചോദിച്ചാൽ അത് പായസമാണ്. ഞാൻ ഇളകുന്നു. അപ്പോൾ നോക്കിയപ്പോഴാണ് ഇത് മോരാണ് മനസ്സിലായി. അപ്പം പായസം കുടിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കില്ല ഇവിടെ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ അവർ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അമ്പലത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞങ്ങൾ ഇവിടുത്തെ മേക്കപ്പും ഡ്രസ്സിങ്ങൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഞങ്ങളെല്ലാവരും, ഞാൻ ദിവ്യേച്ചിയും ദിവ്യേച്ചിൻ്റെ സ്റ്റുഡൻസും പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ജീപ്പിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളെല്ലാവരും നല്ല സുന്ദരി കുട്ടികളായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ കോസ്റ്റ്യൂമും മേക്കപ്പൊക്കെ കണ്ടിട്ട് എല്ലാവരും ഞങ്ങൾ തന്നെ എന്താ നോക്കിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെ കൂടെ വെച്ചിട്ട് ഒരുപാട് പേര് വന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
വാ ഭരതനാട്യം ഞങ്ങളുടെ എല്ലാവരുടെയും ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങൾ സ്റ്റേജിലേക്ക് കയറാനുള്ള പരിപാടികളൊക്കെയാണ്. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ ദേവീജീൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം മേടിക്കുകയാണ്, ദക്ഷിണയൊക്കെ കൊടുത്തിട്ട്. പിന്നെ ഗൈസ്, മൂകാംബിക ദേവിയുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ദേവീൻ്റെ അടുത്ത് എത്തിയാലേ എത്തിപ്പെട്ടു എന്ന് പറയാൻ പറ്റുള്ളൂ. അത്രയ്ക്കും ഒരു ഡിവൈനായിട്ടുള്ള ഒരു പ്ലേസാണ്. പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് നന്ദി പറയാനുള്ളത് ദിവ്യ ചേച്ചീൻ്റെ അടുത്താണ്. ഞങ്ങളിവിടെ എത്താൻ കാരണവും ദിവ്യ ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ ഞാനും അശ്വതി അതിലൊരുപാട് ഗ്രേറ്റ്ഫുള്ളാണ്. അപ്പോൾ നമ്മളുടെ ഈ പ്രോഗ്രാം തന്നെ നമുക്കൊരു നിമിത്തമാണ് ഇവിടെ എത്തിപ്പെടുക എന്നുള്ളത്. അപ്പം അതിന് വേണ്ടി ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത ദിവ്യേച്ചിനോട് ഒരുപാട് താങ്ക്സ്. ഞാനും അശ്വതിയും കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ ഒരു സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരുപാട് ടെൻഷൻ ഞങ്ങൾ മനസ്സിലുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഈ സ്റ്റേജ് കാണുന്നത് മൂകാംബികയിൽ. അപ്പോൾ ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുമ്പം വീണ് പോവുമോ, അല്ലെങ്കിൽ ഞങ്ങൾ സ്റ്റെപ്പ് തെറ്റുമോ, അങ്ങനെ ഒരുപാട് ടെൻഷനുണ്ട്. അങ്ങനെയാണെങ്കിലും ഇപ്പോൾ നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ഫാമിലി അങ്ങനെ ഒരുപാട് പേരുണ്ടെങ്കിൽ നമ്മളതൊക്കെ ഹീൽ ചെയ്ത് നമുക്ക് നന്നായിട്ട് കളിക്കാം. അത് ഞങ്ങൾ ആ ഒരു വിശ്വാസത്തിലാണ് കേട്ടോ. ഗായ്സ്, അപ്പം ഞങ്ങൾ ഡാൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. എന്താണോ ഒന്നും അറിയുന്നില്ല. അപ്പോൾ നമ്മൾ എന്താ കളിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഭരതനാട്യം വർണ്ണമാണ് ചെയ്യുന്നത്. അപ്പോൾ സരസ്വതീൻ്റെ തീം വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഡാൻസ് കാണുക. അങ്ങനെ ഇതാ ഞങ്ങളുടെ ഡാൻസ് കഴിഞ്ഞു. ഞങ്ങളെല്ലാവരുടെയും ഡാൻസ് കഴിഞ്ഞു. അപ്പം എല്ലാവരുടെയും ഡാൻസും നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡാൻസ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെ ആരാധകർ ശാന്തരാകുകയും നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനായിട്ട് നിന്ന് തരുന്നതാണ്. പരിപാടികളൊക്കെ ഇത് അവസാനിച്ചിരിക്കുകയാണ്. ഏകദേശം 8 മണിയായപ്പോഴാണ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ പോവാണ്. ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊന്നും നിന്നില്ല കേട്ടോ. ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് കയറി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ പണി കഴിഞ്ഞാലോ. ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ റൂംസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഉറങ്ങാം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ആദ്യം.
പൊറോട്ട, പിന്നെ മസാല ദോശ, നെയ് റോസ്റ്റ് അങ്ങനെ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് മെല്ലെ ഇവിടുന്ന് ഇറങ്ങാട്ടോ. അതെ ഗൈസ്, ഞങ്ങളിതാ മൂകാംബികയോട് യാത്ര പറഞ്ഞിറങ്ങുവാണ്. ഇനി നേരെ കാലിക്കറ്റിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അതുപോലെ ഒരു വണ്ടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നന്നായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി ഞങ്ങളിതാ പോവാണ് കേട്ടോ. ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങളെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല വെയിലാണ് കേട്ടോ. ഈ വെയിൽ ഞങ്ങളെ കൊണ്ടേ പോവുള്ളൂ. ഞങ്ങളതാ പ്രോഗ്രാം കഴിഞ്ഞതിൻ്റെ കയ്യിലുള്ള സംഭവമൊക്കെ എപ്പോഴും ഉണ്ടാകുന്നും പോയിട്ടില്ല. അത് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവും. ഒരു ന്യൂസ്റ്റാണ് ഞങ്ങൾക്ക് എപ്പോഴും. അപ്പോൾ ഇന്നലത്തെ പ്രോഗ്രാം എന്തായാലും നമ്മുടെ മൂകാംബിക ദേവീൻ്റെ ഒരു അനുഗ്രഹം തന്നെ പറയാം. ഭയങ്കര സന്തോഷമായിട്ട് അതെ, ഹാപ്പി ആയിരുന്നു. എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഞങ്ങൾ ഈ ഡാൻസ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഇത്രയും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നു. പക്ഷേ ഞങ്ങൾക്കൊരു ബ്ലെസ്സിങ് ഉണ്ടായിരുന്നു എപ്പോഴും കൂടെ. പിന്നെ ഞങ്ങൾക്കൊരു വിഷമം എന്താണെന്ന് വെച്ചാൽ കുടജാത്രി ഞങ്ങൾക്ക് മിസ്സായി. ഞങ്ങൾക്ക് മാത്രം, ബാക്കി എല്ലാവരും പോയിട്ടോ. ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല. അതെ. ഇനി അപ്പോൾ എന്തായാലും ഞങ്ങൾ നെക്സ്റ്റ് ടൈം എന്തായാലും പോകും. എല്ലാവരും പ്ലാൻ ചെയ്തിട്ട് വരുന്നുണ്ട്. അതെ, നന്നായിരിക്കും. ഇപ്പം ഞങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ. അതിൻ്റെ ബെല്ലടിച്ച് പൊട്ടിക്കാം. അപ്പോൾ ഓക്കെ, ബൈ. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ഈ മൂകാംബിക യാത്രയിൽ സഞ്ചരിച്ച നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ അടുത്ത കുടജാത്രയുടെ വിശേഷങ്ങളുമായിട്ടൊരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും എല്ലാവരും പോയി കാണണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.